അല്ലടോ ഇന്നിപ്പോ നിങ്ങൾ കളിച്ചാൻ വരണ വല്ലാത്ത അവസ്ഥയിലാണ് നിങ്ങൾ നെറ്റ് കേട്ട് -1 കഴിഞ്ഞ കളിയിൽ ഇപ്പൊ തന്നെ പറഞ്ഞു ഞങ്ങൾ ആ CSK തോൽപ്പിച്ചില്ലേ. CSK എന്ന് പറഞ്ഞാൽ അങ്ങട്ടാന്ന് പറഞ്ഞ് നിൽക്കുന്ന ടീമാണ്. അങ്ങനെ അവരെ ബോളർമാരൊക്കെ പോയിക്കണല്ലോ. എന്നിട്ട് ആർക്കും ജയിച്ചാൽ ഇന്നലെ ആ രാജസ്ഥാനായിട്ട് ജയിച്ചില്ലേ. അതൊക്കെ എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ആൾക്കാർ നല്ല റണ്ണിനാണ് ഓല തോൽപ്പിച്ചത്. അതും 230 മേലെ ഓൽക്കെതിരെടുത്തും ചെയ്തു. ഞങ്ങളെ ചെക്കന്മാരെ സെഞ്ചുറി സായി സുദർശനും ഗില്ലാജാതി അടിയൻ ചെക്കന്മാർ അത് നിങ്ങൾക്കും കിട്ടും. അതുവരെ ഓക്കെ നിങ്ങൾക്കും കിട്ടും എന്നുള്ളതാണ് പ്രശ്നമുള്ളത്. ഇവിടെ ഞങ്ങൾ എല്ലാവരും തോൽപ്പിച്ചു. കൊമ്പത്തെ ടീം തന്നെയല്ലേ പറ കൊമ്പത്തേരിക്കണത്. ഞങ്ങൾ തന്നെ കൊമ്പത്ത് ഞങ്ങൾ തന്നെ ഇവിടെ ക്വാളിഫൈ ചെയ്തിട്ടുള്ളൂ. കൊമ്പത്താണ് കയറി കപ്പിട്ടൊന്നുമില്ല. ഇങ്ങനെ അവിടെ കൊമ്പത്തേരിക്കാരെങ്കിൽ ബാക്കിയും കൂടി ചെയ്യാൻ ഞങ്ങൾക്കറിയാം. ഞങ്ങളെ ഗംഭീർ അവിടെ ഇരിക്കുന്നുണ്ട്. എന്ത് ബോധം ഉണ്ടായിക്കോട്ടെ. എന്ത് ഗംഭീർ. നിങ്ങൾക്ക് ഒരു അട്ടിമറി തോൽവി നിങ്ങൾക്ക് അറിയാം. തോൽക്കണെങ്കിൽ അട്ടിമറി ഇക്കാരെന്നുള്ളത് ഇന്നത്തെ കളി ഞങ്ങൾ തന്നെ ജയിച്ചു. കാരണം ഞങ്ങളെ നരേനും ഞങ്ങളെ സാൾട്ടും കൂടി ഉണ്ട് ഒരു അടിയാണ്ട് തുടങ്ങാൻ. അപ്പൊ പിന്നെ അങ്ങോട്ട് പിടിച്ചാൽ കിട്ടാത്ത അടിയാണ്. എല്ലാരും കൂടി അടിയാണ് പറഞ്ഞിട്ട് അതൊന്നും പ്രശ്നമില്ല. എന്നിട്ട് ആരെ ജയിച്ചത്? അതാ മുംബൈന്റെ പിടിപ്പ്. പിന്നെ അങ്ങനെ ഒരു മൂപ്പര് കുട്ടിയുണ്ട്. മൂപ്പര് ലീവ് ചെയ്താണ് ബോൾ. ആ ബോൾ മൂവ് ചെയ്തു. അത് ബൂമറ. അങ്ങനെ ഞങ്ങൾക്ക് അത് മതി. ഞങ്ങളിപ്പോ കഴിഞ്ഞ കളിയില് CSK വലിയ ബാറ്റിംഗ് നിരനൊക്കെ CSK കഥക്കെ എല്ലാവർക്കും അറിയാം. അവരിങ്ങനെ ഒപ്പിച്ച് ഇങ്ങനെയാണ് പോണ ഒരു ടീമാണ്. ഞങ്ങൾക്ക് റാഷിദ് ഖാൻ ഉണ്ട്. മോഹിത് ശർമ്മ കഴിഞ്ഞാൽ 3 വിക്കറ്റ്. റാഷിദ് ഖാനൊക്കെ കഴിഞ്ഞ കളിയിലൊക്കെ ആ ധോനിയൊക്കെ അടിച്ച് 43 വയസ്സുള്ള ഒരു മനുഷ്യൻ അടി. അതുവരെ തോൽവി ഉറപ്പായിട്ട് അത് മൂപ്പറെ കാര്യം. പക്ഷെ ഇങ്ങളെ ബൗളറെ കാര്യം ഞാൻ ചോദിച്ചത്. വലിയ ബൗളറെയാണ് എടുത്തിട്ട് അലക്കിയത്. 1-2 6 ഒക്കെ അല്ലേ. അതൊക്കെ ഈ സീസണിൽ ഏറ്റവും മോശം കളി കളിച്ച ഒരാള് റാഷിദ് ഖാൻ. അങ്ങനൊന്നും പറയണ്ട. മൂപ്പരൊക്കെ ഏത് സമയത്തും തിരിച്ചു ഇനിയിപ്പോ തിരിച്ചു അത് കഴിഞ്ഞേ ഇനിയിപ്പോ അഫ്ഗാനിസ്ഥാനക്ക് തിരിച്ചു പോയിക്കോട്ടെ. അതിനുള്ള അവസ്ഥ ഞങ്ങളിതിലിപ്പോ മോഹിത് ശർമ്മ കഴിഞ്ഞാൽ ഉഷാറായി കളിച്ചു. 100 2 കളിയോട് അങ്ങനെ വിലയിരുത്തണ്ട. നിങ്ങളിപ്പോ വലിയ സംഭവം അർഷിദ് റാണൊക്കെ കഴിഞ്ഞ കളിയിലൊക്കെ എറിഞ്ഞ് എല്ലാ കളിയിലും ഞാൻ പറഞ്ഞിരുന്നോളേ. ഞങ്ങളെ വരുൺ ചക്രവർത്തി സീസണിലെ ഏറ്റവും ഉസാറ്. ഈ സീസണിൽ ഉസാറല്ലേ. അത് നോക്കിയാൽ വരും നരയനും അർഷിദും സ്റ്റാർക്കും എല്ലാരും കൂടി ചേരുമ്പോ ഞാൻ പറഞ്ഞിരുന്നോളെ നിങ്ങളെ തോൽപ്പിച്ച ഞങ്ങൾക്ക് എന്തൊക്കെ വിഭവങ്ങൾ ഇതൊന്ന് കൂട്ടിയൊക്കെയാണ് നിങ്ങളെ കൊണ്ട് കൂട്ടിയാ കൂടൂല. എന്നിട്ട് നിങ്ങളെ കോൺഫിഡൻസ് കളിച്ചു ഞങ്ങളെ ജയിക്കും ചെയ്യും. അപ്പൊ നിങ്ങള് തീരുമാനമാകും.